അവരെ പിന്തുടരൂ. ബ്ലാക്ക് സ്പൈഡറിനെ അമ്പെയ്ത് വീഴ്ത്താൻ ശ്രമിക്കൂ. എന്നെ പിടിക്കാൻ ആർക്കും കഴിയില്ല. ആ ടിമിനെ അന്വേഷിക്കേ. ഇവിടെ ഏതോ കുട്ടിക്കാട്ടിലാണ് അവൻ വീണതാ. ജിണ്ടു, എന്നെ ഈ വലയിൽ നിന്ന് രക്ഷിക്ക്. ഈ ജിണ്ടു ആരാ? നീയല്ല ജിണ്ടു, നിന്റെ പേരാ ജിണ്ടുന്ന്. ഓ താങ്ക്സ്. ഒരുപാട് നേരമായിട്ട് ഞാൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്റെ പേരെന്താന്ന്. ഓക്കെ ബൈ ബൈ, സീ യു, താങ്ക് യു. ജിണ്ടു എങ്ങോട്ടായി പോകുന്നേ? എന്നെ ഈ വലയിൽ നിന്ന് രക്ഷിക്ക് പ്ലീസ്. അതിനെന്താ, ഞാൻ ഇപ്പൊ രക്ഷിക്കാലോ. ജിണ്ടു, നീ വേഗം എന്റെ കൂടെ. ഇവിടെ എവിടെയോ ആണല്ലോ അവൻ വീണതാ. ജിണ്ടു, താങ്കൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? താങ്കൾ കൊട്ടാരത്തിലേക്ക് പോയി അവിടെ വിശ്രമിച്ചാൽ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ ചേട്ടാ? കഴിക്കാൻ വയറ് നിറച്ച് ഭക്ഷണം കിട്ടില്ലേ? ഭടന്മാരെ, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകൂ വേഗം. സോറി ഇംലി, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എന്റെ വാ മുഴുവനായി അടച്ചിരിക്കുക. അവന്റെ വാ ചിലന്തി വല കൊണ്ട് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവന് സംസാരിക്കുവാൻ സാധിക്കില്ല. അഥവാ അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ ആയുധങ്ങൾ പുറത്തെടുക്കുവാൻ സാധിക്കും. വീറിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. വീറിനെ ഞാൻ ഉറപ്പായും രക്ഷിക്കും. അത് ശരി, അപ്പൊ വീർ ഈ വലയ്ക്കകത്താണ് ഉള്ളത്. ടിം നീയോ? അതെ വീർ, നമുക്ക് വേഗം ഇവിടുന്ന് പുറത്തേക്ക് പോവാം. ഒരു സിലിണ്ടർ എനിക്കും താനിയാ. എത്ര നാളിത് ഓടുമെന്നൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാവന്നേ. ഗ്യാസുകാരൻ എല്ലാവർക്കും ഫ്രീ സിലിണ്ടർ കൊടുക്കുക. ചിലപ്പോ അയാൾ ആ ഗ്യാസിന്റെ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതാവും. അയാളെ കണ്ടിട്ട് എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. നിന്റെ ഡോങ്കി സെൻസ് ഒക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. ഇപ്പൊ ഞങ്ങളെ കൂടെ വാ. ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം. പക്ഷെ ആ മനുഷ്യനെ കാണുമ്പോ എന്റെ ഡോങ്കി സെൻസ് എനിക്ക് അപകട സൂചനയാ തരുന്നേ. ഇംലി മോളെ, വരൂ, നമുക്ക് ജയന്റ് വീലിൽ കയറണ്ടേ? പക്ഷേ മോളുടെ മുത്തച്ഛൻ എനിക്ക് ഫോൺ ചെയ്തായിരുന്നു. ഉത്സവം ഞായറാഴ്ചയെ തുടങ്ങുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങളെ ഇപ്പോ ജയന്റ് വീലിൽ കയറ്റാം. നിങ്ങൾ ആരാണാവോ? നോക്ക് താഴെ, ഞാൻ പറഞ്ഞ മനുഷ്യൻ എന്തോ അപകടം ഉണ്ടെന്ന് എന്റെ ഡോങ്കി സെൻസ് വീണ്ടും പറയുന്നു. നിനക്ക് പിന്നെയും അപകടം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ശരിയായിരിക്കും. ഞാനെന്നാ നോക്കട്ടെ. കുറച്ചു മുന്നേ നമ്മുടെ പിന്നാലെ നടന്ന ആളാ ഇത്. ഇംലി, നിങ്ങളിവിടെ മുറുക്കെ പിടിച്ച് ഇരുന്നോളണം. ഞാൻ ഇപ്പൊ വരാം. നിനക്കവരെ രക്ഷിക്കാനാവില്ല. വേണമെങ്കിൽ നീയൊന്ന് ശ്രമിച്ചു നോക്ക്. താൻ എന്റെ കഥ കഴിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ പിന്നെ ഗ്യാസ് സിലിണ്ടർ എന്തിനാ ഫ്രീ ആയിട്ട് കൊടുത്തേ? ആലോചിക്ക് വീർ, ശരിക്കൊന്ന് ആലോചിക്ക്. ഓ നോ, ഈ ഗ്രാമം മുഴുവൻ ഒറ്റയടിക്ക് നശിപ്പിക്കാനാണോ നീ ശ്രമിക്കുന്നേ? വീർ,
ഞാൻ ഈ റിമോട്ടിലെ ഒരു ബട്ടൺ അങ്ങോട്ട് അമർത്തിയാൽ ഈ ഗ്രാമം മുഴുവനും പൊട്ടിത്തകരും. നിനക്ക് ഞാൻ 3 മിനിറ്റ് തരാം. ഗ്രാമത്തിനെ രക്ഷിക്കുന്നോ അതോ നിന്റെ കൂട്ടുകാരെ രക്ഷിക്കുന്നോ? ഇനി അഥവാ 2 പേരെയും രക്ഷിക്കണമെങ്കിൽ നീ ഇപ്പൊ മിണ്ടാതെ എന്റെ കൂടെ വരാൻ നോക്ക്. ഞാൻ എല്ലാവരെയും രക്ഷിക്കും. നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു പാഠം നിന്നെ പഠിപ്പിക്കുകയും ചെയ്യും. ബണ്ടി, മാജിക്കൽ ഫെദർ നിന്റേതല്ല. അത് മര്യാദക്ക് തിരിച്ചതാ. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് മേടിച്ചോടാ. ഫെദർ 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 ഓഫ് ഓൾ വെദർ. വേഗം ഒരു എയ്റോപ്ലെയിൻ ഉണ്ടാവട്ടെ. അതിൽ കയറ്റിയിരുത്തി എന്നെ പറപ്പിക്കേ. റോബോ ബോയ്, എന്റെ തൂവല് മോഷ്ടിക്കാൻ നിനക്കാവില്ല. ബണ്ടി, വേഗം താഴെ ഇറങ്ങ്. ഇവിടുന്നെങ്ങാനും വീണാ നിനക്ക് എന്തെങ്കിലും പറ്റും. ഇനിയെങ്കിലും പറയുന്നത് കേൾക്ക്. ആ ഫെദർ തിരിച്ചു കൊടുക്ക്. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മിസ്റ്റർ സ്യൂട്ട് ഓൺ. മിസ്റ്റർ സ്യൂട്ട് ഓൺ. ജിണ്ടു, നീ വന്നോ? താങ്ക് യു സോ മച്ച്. നിന്നെ കൊണ്ട് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. ആദ്യം ഈ ഫെദർ തിരികെ കൊടുക്ക്. രണ്ടാമതായി ഈ ഫെദർ കൊണ്ട് മാജിക്കൽ പവേഴ്സ് കണ്ട് സ്കൂളിലെ എല്ലാവരുടെയും ഓർമ്മകൾ മായ്ച്ചു കളാ. ബണ്ടിയുടെയും ഓർമ്മ മായ്ച്ചു കളാ. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ബണ്ടി, നീ ഇത് എങ്ങോട്ടായി പോകുന്നേ? എനിക്കറിയില്ല. അല്ലെങ്കിലും ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷെ ഇവളെന്തിനാണ് ഇപ്പൊ ബോസിനെ ഇങ്ങനെ പൊക്കി പറയുന്നത്? ബോസിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും വീറിന്റെ മുമ്പിൽ ചീറ്റിപ്പോയതല്ലേ. അതുകൊണ്ട് ബോസ് ഇങ്ങനെ എന്തോ നേടിയ ഭാവത്തിൽ ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കടാ മണ്ട. ഇതൊരു റോബോട്ട് കാറാണ്. ഇത് വീറിനെ പിടിച്ചോണ്ട് ഇവിടേക്ക് കൊണ്ടുവരും. നീ ഈ കാറിനെ എടുത്തുകൊണ്ടുപോയി ആ വീറിന്റെ വീടിനടുത്ത് നിർത്താ. ബാക്കി കാര്യങ്ങളൊക്കെ ഈ റോബോട്ട് കാർ നോക്കിക്കോളും. രക്ഷിക്കണേ, വീർ, വീർ, ഹെൽപ്പ്, ഹെൽപ്പ്. ഒറ്റയ്ക്ക് എവിടേക്ക് ഇറങ്ങാൻ പോകുന്നേ? എന്നെ കൂടെ കൊണ്ടുപോവാ വീർ. ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നേ? നമ്മളെങ്ങനെ അകത്ത് കുടുങ്ങിപ്പോയത്? ഇത് റോബോട്ട് കാറാ. സ്വയമേ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത് മിക്കവാറും ആ
മാഡ് മാക്സിന്റെ പണിയായിരിക്കും. നീ പിന്നിലേക്ക് മാറ്. ഞാൻ ഇപ്പൊ ഇതിന്റെ ഗ്ലാസ് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ കാറിനകത്ത് എന്റെ ലേസർ ബീം ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. അപ്പൂപ്പനോട് വിളിച്ചു ചോദിക്കാം. ഈ കാറിനകത്ത് ഫോൺ ജാമറും വെച്ചിട്ടുണ്ട്. എനിക്ക് അപ്പൂപ്പനെ കോൾ ചെയ്യാൻ കഴിയില്ല. വീർ, നീ ഇപ്പോൾ എന്റെ അതിഥിയാണ്. ഞാൻ നിന്നെ മധുരമായി സൽക്കരിക്കാൻ പോവുകയാണ്. അത് ഒരിക്കലും മറക്കാനാകാത്ത സൽക്കാരമാണ്. ഇനി നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. നീ വിഷമിക്കണ്ട എമിലി, ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യാം.